ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയിലേക്ക് നമ്മൾ ആദ്യം ഇട്ടത് ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടായിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് അതിലേക്ക് 2 സവാള അരച്ചതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. 2 സവാള. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പച്ചമണം മാറി. ഇനി ഞാൻ വെച്ചിരിക്കുന്നത് 2 തക്കാളി അരച്ചതാണ് കേട്ടോ. അതും ഇതിലേക്ക് ഇടണം. അതിൻ്റെയും പച്ചച്ചോറ് മാറി കിട്ടണം കേട്ടോ. ഇതിൻ്റെ പച്ചച്ചോറ് മാറി. അപ്പോഴത്തേക്കും ഞാൻ നല്ല ജീരകവും എന്താ പറയുക, പെരുംജീരകം, പട്ട, കറിയാമ്പൂ, കുരുമുളക് അതെല്ലാം ഇട്ടിട്ട് അരച്ചതാണ്. മിക്സിയിൽ വറുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ. അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഈ 1 ടീസ്പൂൺ മതി, പിന്നെ ഇടാൻ പാടില്ല കേട്ടോ. അത് നന്നായിട്ട് വഴറ്റണം. ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ കേട്ടോ. പിന്നെ സാധാരണ മുളക് പൊടി ഉണ്ടല്ലോ, അത് 1 ടീസ്പൂൺ. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ ഇട്ടാൽ മതി കേട്ടോ. നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി ഒന്ന് കുറക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇറച്ചി ചിക്കൻ വേവിച്ച് മസാലപ്പൊടിയും തൈരും മസാലകളെല്ലാം ഇട്ട് കുറച്ച് തൈര്, നാരങ്ങ പിഴിഞ്ഞത്, 1 ലെമൺ ജ്യൂസ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ എല്ലാം ഇട്ട് ഒരു 15 മിനിറ്റ് തട്ടിപ്പൊത്തി വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് കൂടി ഇതിലേക്ക് കുഴച്ചിട്ട് വച്ചിരിക്കണം 15 മിനിറ്റ്. അതിന് ശേഷം അതിൽ തന്നെ ഉള്ള വെള്ളത്തിൽ ഇത് വേവിച്ചെടുത്തതാണ് കേട്ടോ. അതിൽ നിന്ന് ഞാൻ 2 കാല് മാത്രം എടുത്ത് മാറ്റുന്നുണ്ട്. അത് ഞാൻ വേറൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം. ഒരു കാലേ കിട്ടിയിട്ടുള്ളൂ, അടുത്ത കാലോടെ പോയി.
ഉണ്ടാക്കിയിട്ട്. കൂട്ടിട്ടോ അടുത്ത കാലിലേക്ക് അതും ഇതിലേക്കൊന്ന് മാറ്റണം. അതിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു പീസ് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അത് വേറൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്. അത് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റണം. കണ്ടോ? ഇത് വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു 15 മിനിറ്റ് വേണ്ട കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ ചട്ടകം മാറ്റട്ടെ. നന്നായിട്ടൊന്ന് അതൊന്ന് തിളക്കും. ഇനി എന്താ വേണ്ടതെന്നോ, ഇതിലേക്ക് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അതൊന്ന് ഹീറ്റ് കുറച്ച് വെച്ച് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ, കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. ഉപ്പിട്ട് പിന്നെ കുറച്ച് നമ്മുടെ ഓയിൽ ഒഴിക്കണേ. ഓയിൽ ഒഴിച്ചു. ഇനി വേണ്ടത് ഇതിൽ നിന്ന് കുറച്ച് ഗരം മസാല നമ്മൾ പൊടിച്ചതുണ്ടല്ലോ, അത് ഇതിലേക്ക് എടുക്കണം കേട്ടോ.
ഇത്രയും എടുക്കണേ, 1 ടീസ്പൂൺ. അതും കൂടി ഇതിലേക്ക് ഇടണം. പിന്നെ വേണ്ടുന്നത് 2 പൊട്ടാറ്റോ ഉണ്ടല്ലോ, അത് വേവിച്ചിട്ട് അതൊന്ന് ഗ്രൈൻഡറിൽ അരച്ചെടുത്തത് കേട്ടോ, ഗ്രൈൻഡറിൽ. അത് ഇതിലേക്ക് ഇടണം കേട്ടോ. മൊത്തം ഇട്ട് ഇനി എന്താ വേണ്ടതെന്നാ, ഇത് നന്നായിട്ട് കുറച്ച് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇടും, കുറച്ച് കറിവേപ്പില ഇടും കേട്ടോ. കുറച്ച് കറിവേപ്പില പിച്ചിടണം കേട്ടോ. കുറച്ച് കറിവേപ്പില പിച്ചിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില. കുറച്ച് മല്ലിയില എടുത്തു. ഇതാ, ഇത് 1 മാസമായിട്ട് വെച്ച മല്ലിയിലയാണ് കണ്ടോ. ഇത് നല്ല ഫ്രഷായിട്ടിരിക്കും കണ്ടോ. ഇത് ഇതിലേക്ക് ഇടണം. കുറച്ച് മതി, കൂടുതൽ വേണ്ട കേട്ടോ. ഇനി നമുക്ക് വേറൊരു ഐറ്റവും കൂടി ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മറ്റേ എന്താ പറയുക, ഇവൻ 2 കാല് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ല, അത് ഇതിലേക്ക് കൈ വെച്ച് തന്നെ കീച്ചി എടുക്കണം കേട്ടോ, അല്ലാതെ പറ്റത്തില്ല. ഇത് ഇവൻ്റെ ഇതിങ്ങനെ പിച്ചി ഇടണം കേട്ടോ. രണ്ട് കാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിച്ചിട്ടു അല്ല, ഇങ്ങനെ പിച്ചിയിടുന്നു. എന്നിട്ട് ഈ എല്ലുണ്ടല്ലോ അത് കളയരുത് കേട്ടോ. അതൊരു കുട്ടൻസ് ചെയ്യാനുണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഇനി ഈ എല്ലിൽ ഇതുണ്ടോ കുറച്ചൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് എടുക്കണം. ഇത് ഇതിലിരുന്നോട്ടെ, കുഴപ്പമില്ല കേട്ടോ. ആ കാല് വേണ്ടതാണ്, അല്ലേ ഇതിൻ്റെ എല്ലുമുട്ടി വേണ്ടതാണ്. രണ്ട് കൈയും വാഷ് ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ കൈ വെച്ച് കിള്ളിയില്ല എങ്കിൽ പറ്റത്തില്ല, അതുകൊണ്ടാണ് കൈ വെച്ച് കിള്ളുന്നത്. ഈ രണ്ട് കാലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നും കൂടി കിള്ളിയിടണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചിയില്ല എങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് വരത്തില്ല കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്നാ, ഇനി നമ്മൾ ഈ മസാല ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇടണം. എന്നിട്ട് കൈ വാഷ് ചെയ്യാതെ തന്നെ നമുക്ക് അടുത്ത കൈ ഒന്ന് കഴുകിയിട്ടെ. ലെഫ്റ്റ് ഹാൻഡ് കഴുകണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മസാലയും കാര്യമൊക്കെ ഉണ്ടല്ലോ,
അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് നന്നായിട്ട് ഇതേപോലെ വീഴ്ചി കുഴച്ചിട്ട് വരണം. നന്നായിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഉപ്പിട്ടായിരുന്നു ഇത് കൈവച്ച് ഇങ്ങനെ ആദ്യം ഇതേപോലെ നന്നായിട്ട് തീച്ചിട്ട് വേണം എല്ലായിടത്തും ഇതാക്കണം. ഈ മസാലയും ഇറച്ചിയും മല്ലിയിലയും എല്ലാം ഉരുളക്കിഴങ്ങും എല്ലാം നമ്മൾ വെച്ചിരിക്കുന്നതെല്ലാം ഇതേപോലെ നമ്മൾ പുട്ടിന് മാവ് കുഴപ്പമില്ല അതേപോലെ ഇങ്ങനെ ഫസ്റ്റ് കുഴക്കണം. അതിന് ശേഷം ആണ് വെള്ളം ഇടേണ്ടത് കേട്ടോ. ഉപ്പ് കുറച്ചുകൂടി വേണം, പോരാതില്ല കേട്ടോ. ഉപ്പിട്ടും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴക്കണം. അല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെ ഇടുന്നതാണ് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇനി ഉപ്പിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ വെള്ളമിട്ട് കുഴക്കേണ്ടത്. ഇവൻ റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കൈ വാഷ് ചെയ്തിട്ട് വേണം അതിലേക്ക്. ഇവനിങ്ങനെ നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. ഇട്ട വെള്ളം മതി കേട്ടോ. ഞാനത് ഒരളവില്ലാതെയാണ് ഒഴിച്ചേക്കണം. എനിക്ക് കറക്റ്റ് അറിയാം, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ തളിച്ച് കുഴച്ചെടുത്താൽ മതി കേട്ടോ. കൂടുതൽ വെള്ളത്തിൽ ആകരുത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ രൂപത്തിൽ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാൻ. ചപ്പാത്തി മാവ് കുഴപ്പമല്ലോ അതേപോലെ കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ കയ്യിലൊന്നും ഒട്ടത്തില്ല കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ തട്ടിപ്പൊത്തി ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് അടുത്ത പരിപാടി. ഇത് കണ്ടോ, കണ്ടോ, ഇതിങ്ങനെ കണ്ടോ പൊക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, പാത്രത്തിൽ ഒരു തരി ഉണ്ടാകത്തില്ല. അതേപോലെ ഇതിങ്ങനെ തട്ടിപ്പൊത്തി വെക്കണം. അപ്പോൾ ലേശം ഓയിലും കൂടി എടുത്ത് പെരുട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. കുറച്ച് അത് നമ്മുടെ കയ്യിലില്ലേ, കയ്യിൽ തളിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാൻ മതി കേട്ടോ. എന്നിട്ട് അവനൊന്ന് മൂടി വെക്കണം. ഈ കൈ വാഷ് ചെയ്യട്ടെ. വാഷ് ചെയ്തിട്ട് വേണമെന്ന് നോക്കട്ടെ ആയോ ഇല്ല. എടുത്ത് കുടിക്കാൻ പാടില്ല, പിടിച്ചിട്ടില്ല കണ്ടോ.
കറക്റ്റ് നമ്മുടെ എണ്ണ ഉണ്ടല്ലോ, നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഓയിൽ, പിന്നെ ചിക്കൻ്റെ ഓയിലും ഒക്കെ ഒന്ന് തെളിഞ്ഞു വരും. ഒത്തിരി വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചിക്കൻ കറി റെഡിയായി. ഇനി ഇതിൻ്റെ മേലെ എന്താ ചെയ്യേണ്ടതെന്നാ, കുറച്ച് കറിവേപ്പില ഉണ്ടല്ലോ, അതൊന്ന് ഇതേപോലെ എടുത്തിട്ട് പിച്ചിടണം കേട്ടോ. ഇതാണ്, ഇതുപോലെ പിച്ചിടണം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇടണം. ഞാൻ എടുത്തിട്ട് വരട്ടെ. ഇതേണ്ട, ഇതാണ് ഗ്യാസ് തീർന്നു. ഇവൻ ശരിയായേ. ഇനി നമ്മുടെ ചിക്കൻ കറി ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കാണിച്ചാൽ മതിയല്ലോ. നിങ്ങൾ കാണിക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, കാണുന്നുണ്ടോ? വെച്ച് വെക്കട്ടെ, അടുത്ത സ്റ്റവിലോട്ട് വെക്കാം. ഇതാ കണ്ടോ, ഇതേപോലെ നല്ല തിക്കായിട്ട് നമുക്കിപ്പോൾ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിന് നന്നായിട്ട് മൂടി വെക്കണം കേട്ടോ. ആണെങ്കിൽ ഞാനത് ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ചിക്കൻ കറി അടിപൊളി കറിയാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് എന്നോട് പറയണം കേട്ടോ. ഇനി കാലിൻ്റെത് എടുത്തത് നമ്മൾ കാണിച്ചു തരാം. അപ്പുറത്തെ സ്റ്റവിലേക്ക് മാറ്റി വെച്ചു. ഈ കാലിൻ്റെ പരിപാടിയാണ്. ഇത് 10 മിനിറ്റ് ആയിട്ടില്ല, റെസ്റ്റ് ചെയ്യട്ടെ. അതുവരെ നമുക്ക് എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യണം. നല്ല ടേസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും ചെയ്യണം കേട്ടോ. ഇന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ വീഡിയോയിൽ ഓരോ ഇത് ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മാംഗോ ജ്യൂസും ഒരു ബ്രെഡ് ഓംലെറ്റും ഉണ്ടാക്കി. പക്ഷേ എനിക്കത് ശരിക്കും ഇടാൻ പറ്റിയില്ല കേട്ടോ. അത് കാരണം ഇപ്പം ഇതിടുവാണേ. ഇതിന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യൽ എല്ലാവരും ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, സി യു. ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ആ കാലിൻ്റെത് ലെഗ് പീസിൻ്റെത് അടുത്ത ഇതിലാണ് കേട്ടോ ഇടുന്നത്.